അമ്മിണിക്കുട്ടിയെ കുടിക്കാതെ വെള്ളം എടുത്തോളൂ. ഇന്ന് പതിവില്ലാണ്ട് അത്താഴപൂജ ലേശം വൈകി. വല്യമ്മാവന്റെ കാലശേഷം 40-45 കൊല്ലായി മുടക്കമില്ലാണ്ട് പല്ലാവൂരപ്പന് ശീവേലി കൊട്ടണം. ഹലോ, നേരെയാവും. ഇതിന്റെയൊക്കെ ഗുണം കിട്ടാൻ പോണത് എന്റെ മോക്കാ, എനിക്ക് ഉറപ്പുണ്ട്. നിന്റെ അമ്മയുള്ള കാലത്ത് അതെ. ഇനി ഇവിടെ നിന്ന് അച്ഛൻ ഇങ്ങനെ ഓരോ പഴംപുരാണം പറഞ്ഞോണ്ടിരിക്കും. കുളിക്കാൻ വെള്ളം കറി വെക്കട്ടെ? ആവാം. സർവാപരാധങ്ങളും പുറത്ത് കാത്തുരക്ഷിക്കണേ ഗുരുനാഥ. നമ്മള് തമ്മിൽ കണ്ടിട്ട് 2 ആഴ്ച ആയില്ലേ ഗുരുനാഥ. എനിക്കതങ്ങോട്ട് സഹിക്കാനേ പറ്റണില്ല. കണ്ടില്ലേ, അതുകൊണ്ടല്ലേ ഈ സങ്കടവും സന്തോഷവും ഒക്കെ. എന്താടോ മിഴിച്ചു നിൽക്കണേ? അതൊക്കെ ഒന്ന് അങ്ങോട്ട് എടുത്തു വെക്ക. എന്തൊക്കെയാടോ ഈ കൊണ്ടുവന്നിരിക്കണേ? ദക്ഷിണ അങ്ങോട്ട് ഇരിക്ക. കരിങ്കല്ലിൽ പുളിമുട്ടി കൊണ്ടും വലന്തല തളർത്തിയിട്ട ചെണ്ടയിൽ കോലുകൊണ്ടും കൊട്ടാൻ പഠിപ്പിച്ച് എന്നെ ഈ നിലയിലെത്തിച്ച എന്റെ ഗുരുനാഥനുള്ള ദക്ഷിണ. നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അരിയും സാധനങ്ങളും ദക്ഷിണയായിട്ട് കൊണ്ടുവരുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് കഴിയണം. അല്ലാണ്ട് അമ്പലത്തിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് എന്താവാനാ? എന്താടി നിന്റെ മുഖത്തൊരു മ്ലാനത? ഇട്ടോന്നെ കുമാരാ, അതിങ്ങനെ എടുത്ത്. നീ ചോദിച്ചൊക്കെ ഉണ്ട്. സാരി ഉണ്ട്, ബ്ലൗസ് ഉണ്ട്, പാവാട ഉണ്ട്, പിന്നെ എന്തൊക്കെയോ കുന്ത്രാണ്ടങ്ങളൊക്കെ. പിന്നെ അതിലുള്ളി ഉണ്ട്, വലിയ ഉള്ളി. അതിലൊരു 4-5 എണ്ണം കൂടെ എടുത്ത് ഒരു പലകം വില വെച്ചൊരു കത്തിയെടുത്ത് അരിയ. എന്നിട്ട് ഒരു ചെറുനാരങ്ങ എടുത്ത് 2ആയിട്ട് മുറിച്ച് അതിൽ പിഴിഞ്ഞൊഴിക്കുക. ഉപ്പ് എന്നിട്ട് ഇങ്ങോട്ട് കൊണ്ട ഒന്ന് ഉഷാറാക്കുവാസോ നീയെ. എന്താണ് മാരാരെ നോക്കി നിൽക്കാതെ ഒന്ന് ഉത്സാഹിക്കും നിങ്ങള്. പൂരപ്പറമ്പത്ത് തുടങ്ങിയതല്ലേ ഉത്സാഹം. ഇവിടെ ഉത്സാഹം. എങ്ങനെയുണ്ട് ഗുരുനാഥ? എന്റെ കുണ്ടൽ എനിക്ക് കത്തിപ്പോയി. മലമക്കാവ് പൂരം കഴിഞ്ഞു വരണ വഴിക്ക് ഒരാരാധകന്റെ സമ്മാന. കുമാരാ, ലേശം അടിച്ചോളൂ. എനിക്ക് വേണ്ട അച്ഛനെ. കേട്ടിട്ടില്ല കുമാര, മദ്യം വിദ്യാന ഭൂഷണം. അത് വിദ്വാന്മാർക്കുള്ളതാണ് വാസു. നീ പണ്ടിക്കണ്ട, അവൻ കുടിക്കില്ല. കുമാര, നീ അകത്ത് പോയിട്ട് ആ വെജിറ്റബിൾ സാലഡ് ഇങ്ങനെ എടുത്തിട്ട് വന്നേ വേഗം. എന്താടോ കിട്ടന്മാരെ, തനിക്കൊരു ആലസ്യം ഒഴിച്ചങ്ങനെ കുടിക്കണോ? തന്നെ വേണം. കഞ്ചാവി ആരെങ്കിലും കാണണം, ആശാൻ അറിയണം, എങ്കിൽ ഞാൻ രക്ഷപ്പെടും. എന്നോട് മിണ്ടണ്ട. എത്ര ദിവസം ഇവിടുന്ന് പോയിട്ട്? ദേവേട്ടന്റെ കൂടെ ഇറങ്ങി തിരിച്ചുള്ള കാര്യം നിനക്കറിയാലോ. ഓക്കെ, ഇതൊക്കെ ആർക്ക് വേണ്ടിട്ടാ? 10 കാശുണ്ടാക്കും, എന്നിട്ട് ആശാന്റെ മുമ്പിൽ ചെന്ന് ധൈര്യമായിട്ട് ചോദിക്കണം, മര്യാദക്ക് നിങ്ങളുടെ മോളെ എനിക്ക് കെട്ടിച്ചേരുന്നുണ്ടോ? അതോ ആവേശം മൂക്കണു. ആവേശം ഉത്സവം കണ്ടില്ലല്ലോ. അപ്പോഴേക്കും തുടങ്ങിയില്ലേ ഉത്സാഹം? നീ എന്താടാ സവാള കണ്ടുപിടിക്കാൻ? ഉള്ളി അരിഞ്ഞിട്ട് തക്കാളി അരിഞ്ഞപ്പോ ആശാനൊന്നും കൊണ്ടാത്തെ. അയ്യോ, മൂർധാവിന്റെ ഉള്ളിൽ നിന്ന് 10-15 ചെണ്ട ഒന്നിച്ചു മുറുകുമ്പോഴുള്ള ഒരു മൂളക്കം. അതെന്താണ് ആശാരെ? ഇത് മറ്റവരല്ല, തറവാടിയാ. ചവിട്ടുകുത്തൊന്നുമില്ല, പാൽപ്പായസം പോലെ ഉണ്ടല്ലേ ആശാരെ? എന്റെ ആശാന്റെ മനസ്സ് നിറഞ്ഞല്ലോ, എനിക്കത് മതി. പോണ്ടേ വീട്ടിലേക്ക്? ഈ മേടസൂര്യനെയും വലം വെച്ച് ഈ സൗരയൂഥത്തിൽ ഇങ്ങനെ കറങ്ങി കറങ്ങി നടക്കുക. ഒരു ഭാവി പാതാളത്തിലേക്ക് ഞാനില്ല. അത് പറയില്ല. നീ വീട്ടിൽ പോണം. ഗുരുനാഥനേക്കാൾ വലുത് കുടുംബാണ്, അത് മറക്കരുത്. അനുസരണക്കേട് കാട്ടിയ പഴയ പുളിമുട്ടി ഇരിപ്പുണ്ട് ഇവിടെ. ചന്തിക്കിട്ട് പെരുക്കിൽ ഞാൻ. അല്ല, നമ്മുടെ കോഴി പോയി കൂട്ടല്ലിട്ട് നീ വിളങ്ങി പോവാണോ? എന്റെ ഗുരുനാഥനോട് ഞാൻ വിളങ്ങില്ല. ഞാൻ വണ്ടി എടുക്കാം. വേണ്ട, ഞാൻ നടന്നില്ല. വണ്ടി പുഴക്കരെ വീട്ടിലിട്ട ഗുരുനാഥൻ ഒരു സാധനം എടുക്കാൻ മറന്നിട്ടാ. കിടക്കുന്ന സാധനം തന്നെയാ. അതവിടെ കിടന്നു. രാവിലെ വെള്ളം കൊടുക്കാൻ മറക്കണ്ട. അപ്പൊ ആശാനെ കൂട്ടിലായി അതവിടെ വെച്ചിട്ട് പോണോ? മതിയാവില്ല.
ചോദിച്ചത് കേട്ടില്ലേ? വേറെന്താ ഞാനാ കുഞ്ഞിരാമേട്ട. പേടിച്ചു പോയ എന്റെ കുട്ടിയെ. എനിക്ക് ആർട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ കുട്ടിയാർന്നു. അതേതായാലും നന്നായി. എന്താ ഇവിടത്തെ വലിയ പൊതുവാളിന്റെ ഹാല്? വെടികൊണ്ട നരിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കായിരുന്നു ഇത്രയും നേരം. തൽക്കാലം പിടി കൊടുക്കണ്ട. അമ്മ ഉറങ്ങിയോ? ഒരച്ച പതിപോലെ ചെയ്യണ കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്തോളോ പറഞ്ഞു. എന്നാ കുഞ്ഞിരാമട്ടം കൊടുന്നോളൂ. ഓ അമ്മേ മൂകാംബികയെ രക്ഷിക്കണേ. എവിടെയായിരുന്നടാ നീ? എത്ര ദിവസമായി വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ട്? തിരക്കായിരുന്നു മൂകാംബിക. എനിക്ക് മട്ടന്നൂര്, അച്ഛൻ. മട്ടന്നൂര്, കാറൽമണ്ണ, മഞ്ചേരി, തിരുനാവായം, മലമക്കാവ്, എങ്ങും പ്രളയങ്ങളുടെ പൂരമല്ലേ, പൂരപ്രളയം. നിന്റെ ഒടുക്കത്തെ പൂരം ഭ്രാന്തന്റെ മാതിരി ആയിരിക്കണോ? നീ വല്ലതും കഴിച്ചോ? എത്ര കഴിച്ചാലും എന്റെ അമ്മ മൂകാംബികയുടെ കയ്യിൽ നിന്ന് ഒരുപിടി പ്രസാദം വാങ്ങിക്കഴിക്കുന്നതിന്റെ പുണ്യം വേറെ എവിടെ കിട്ടും? കൈ കഴുകിയിട്ടിരിക്കടാ എന്റെ കള്ള. ആ വസുന്ധര വിളിക്കട്ടെ? വേണ്ട വേണ്ട. അച്ഛനറിയണ്ട, കഥ അടയ്ക്കാം. എന്താടാ ഇത്? അച്ഛനോടല്ലേ? കൈ കുടുങ്ങിപ്പോയി. ഇവിടത്തെ വലിയ പൊതുവാളിന് ഹാലളകിയിരിക്കുകയാണെന്ന് കേട്ടു. പിന്നുണ്ടാവില്ലേ നിന്നെ പോലൊരു പോക്കറി വീട്ടിലുണ്ട്? അച്ഛന് വട്ടണമേ വട്ട്. എനിക്ക് വട്ട. എവിടെയായിരുന്നു നെല്ലിക്കാത്തളം വെക്കാൻ നേരത്ത് നീ? പിശാചിന്റെ മോൻ. മതി കഴിച്ചത്. അല്ലണ്ട കാലത്ത് ഇവനെ ഞാൻ തല്ലിയില്ല. അതാ ഇത്ര കഴിച്ചു പോയത്. നിനക്ക് നൊന്തോ? പൂരപ്പറമ്പെന്നും കള്ള് ഷാപ്പെന്നും ഒക്കെ ഞെരിവട്ടം കിട്ടുന്ന ശരീരമായത്. ഈ പൂച്ചയെ തലണ വടികൊണ്ട് ചൊറിഞ്ഞ എനിക്ക് എന്താ കാരാമേ? അച്ഛൻ തന്നതിന്റെ ബാക്കി എന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നതിന് മുമ്പ് പലതും കഴിച്ച് കിടക്കാൻ നോക്ക്. ചോറുളമ്പ് ഭൈരതി, ചോറുളമ്പ്. ഏത് ഗന്ധർവനെയാടി നീ കാത്തു നിൽക്കണേ? ഞാൻ ദേവേട്ടൻ താഴെ വന്നു അറിഞ്ഞപ്പോ വരാൻ പാടില്ലായിരുന്നു. അയ്യോ ദേവേട്ടൻ, ഞാൻ എനിക്കൊന്ന് ഉറങ്ങണം. കരച്ചിലും വീഴ്ചയും നടത്താനുള്ളവർക്ക് പിന്നാമ്പുറത്തേക്ക് ഇറങ്ങി പോവാം. എന്തിനാ ദേവേട്ട എന്നോട് ഇങ്ങനെയൊക്കെ? അതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ ദേവേട്ടനോട് ചെയ്തത്? സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചു നോക്കാം, അപ്പൊ മനസ്സിലാവും. ഇതുവരെ ഒരു ഇഷ്ടത്തിന് എതിര് നിന്നിട്ടില്ല ഞാൻ. എല്ലാവരും ചുറ്റും കൂടി നിന്ന് ശപിക്കുമ്പോ നാമം ജപിച്ചിട്ടേ ഉള്ളൂ. ഈ കാലിൽ ഒരു മുള്ളു കുത്തരുതെന്ന്, ഈ മൂർധാവിൽ ഒരു മഴത്തുള്ളി വീണ് പൊള്ളരുതെന്ന്. ആര് പറഞ്ഞു എനിക്ക് വേണ്ടി ജപിക്കാനും തപസ്സരിക്കാനും ഒക്കെ? ആരുടെയും തപോബലത്തിൽ ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ജന്മം തന്ന മഹാനടക്കം കൂട്ടുന്നത് കരിങ്കലിൽ ഉടച്ച് നാളികേരം പോലെ ആക്കിയില്ലേ എന്റെ ജീവിതം? അങ്ങനെയൊന്നും പറയല്ലേ. ഇതൊന്നും കേട്ട് നിൽക്കാനുള്ള ശക്തി എനിക്കില്ല. ഇല്ലെങ്കിൽ ഇറങ്ങി പോവാ. ഇത്രയും കാലം ഈ വെറും നിലത്ത് പായ വരിച്ച് കിടന്നതിന് നഷ്ടപരിഹാരം എത്രയാന്ന് ചോദിച്ചാൽ അത് തരാം. നെഞ്ചു പൊള്ളിപ്പോണോർക്കൊന്നും പറയല്ല ദേവേട്ടാ. തീത്തുള്ളി വീണാൽ പൊള്ളാത്ത മനസ്സല്ലേ എന്റേത്, അറിയോ നിനക്ക്? നെല്ലും പതിരും തിരിച്ചറിയാൻ പറ്റാത്ത കാലം മുതൽക്കേ മനസ്സിൽ കൊണ്ടുനടന്നൊരു സ്വപ്ന അത്. തറവാട്ട് മഹിമയും ജാതി പൊലയാട്ടും പറഞ്ഞ് എന്നിൽ നിന്ന് തട്ടിപ്പറിച്ചെടുത്തില്ലേ എല്ലാരും കൂടെ? അതിനെ എന്തിന്? പല്ലാവൂർ പടിപ്പുറയിലെ ഒരു സവർണനെ സ്നേഹിച്ചു പോയ കുറ്റത്തിന്. 6 അടി മണ്ണിലേക്ക് മടങ്ങിപ്പോയ തുമ്പപ്പൂവിന് പകരം വെക്കാൻ ഈ പല്ലാവൂർ ദേവനാരായണന്റെ ജന്മത്തിൽ ഇനി ആരുമില്ല, നീ അടക്കം. ഒന്ന് നിക്ക. പകൽ വിളിച്ചിട്ടില്ല, തിരുമുഖം ഒന്ന് കണ്ടോട്ടെ. പല്ലാവൂർ ദേവനാരായണ പുതുവാൾ എങ്ങോട്ടാണാവോ? വെറുതെ പുറത്തേക്കൊന്ന് ഇറങ്ങാന്ന് വെച്ചു. അരക്കല്ലത്തിലേക്കാവും. അവിടെയാണല്ലോ സർവ്വതോന്യാസങ്ങളുടെ ആസ്ഥാന കേന്ദ്രം.
വിൽക്കാൻ പോവുക ഞാനത് ഏതെങ്കിലും ഇറച്ചി വെട്ടുകാർക്ക് കിട്ടണ കാശിന്. പിന്നെ അവിടെ നിന്റെ കൂത്താട് നടക്കുന്നത് എങ്ങനെയാണെന്ന് കാണാലോ. ഇന്നൊരു വിശേഷം ഉണ്ട് ഇവിടെ, അറിയോ നിനക്ക്? എങ്ങനെ അറിയാനാ? ശരീരം ഭൂമിയിലും ആത്മാവ് പരലോകത്തായിട്ടല്ലേ സഞ്ചാരം. പല്ലാവൂർ ശ്രീകണ്ഠ പൊതുവാൾക്ക് ഇന്ന് 60 വയസ്സ് തികയാ. അതായത് നിന്റെ മഹാഭാവിയായ തന്തയ്ക്ക്. വിശേഷിച്ചാരോടും പറഞ്ഞിട്ടില്ല. ഉച്ചയ്ക്ക് ഉണ്ണാൻ നീ ഉണ്ടാവണം, മറക്കരുത്. ഒരാഗ്രഹം. അമ്മ നിൽക്കൂ. വേണ്ട. എഞ്ചിനീയർ എസ്റ്റിമേറ്റ് തന്നു 10 ലക്ഷം ഉറുപ്പ്യാവുന്നാ പറയണത്. എവിടുന്ന് പിരിച്ചുണ്ടാക്കും ഇത്രയും തുക? ആവുന്നിടത്തോളം പിരിക്ക. പിന്നെ സാംസ്കാരിക വകുപ്പിന്റെ സഹായം എന്തെങ്കിലും തേടാം. സാംസ്കാരിക വകുപ്പിന്റെ പിച്ചത്തട്ടിൽ കൈയിട്ട് വരണ്ട. പല്ലാവൂർ ഗ്രാമത്തിലൊരു കലാക്ഷേത്രം ഉണ്ടാക്കാൻ മനസ്സറിഞ്ഞ് തരുന്നവരുണ്ടെ തരട്ടെ, അത് മതി. ഇല്ലെങ്കിൽ എന്റെ പേരിൽ 4-5 മണ്ണുണ്ടല്ലോ, അത് വിൽക്കും അത്ര തന്നെ. അച്യുതമാരെ, അറിയില്ലെങ്കിൽ നിങ്ങൾ അബദ്ധം പഠിപ്പിക്കരുത്. പഞ്ചാരിക്കൂറ് ഒരടിയും 2 വിരലും ചേർന്ന തിശ്ര നട, ചമ്പക്കൂറ് ഒരടിയും 4 വിരലും ചേർന്ന ഖണ്ഡനട. കുട്ടികളെ പിഴപ്പിക്കരുത്. എന്നാ വിശദമായിട്ട് പിന്നീട് സംസാരിക്കാം. ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി, ആയിക്കോട്ടെ. ആരാരെ മതി. കുട്ടികളൊക്കെ മറ്റന്നാൾ കഴിഞ്ഞ് വന്നോട്ടെ. എല്ലാവരും മറ്റന്നാൾ കഴിഞ്ഞ് വന്നോളൂ. പൊക്കോളൂ. പുറപ്പെട്ടോളൂ. ഇന്ന് എല്ലാവർക്കും ഊണ് പഠിപ്പരേന്ന്. കുമാര, പോണ വഴിക്കൊരു മുണ്ട് ഷർട്ടും വാങ്ങണം അച്ഛന്. ശരി. ഈ സാമ്പാറും ചോറും പട്ടാപ്പകൽ എങ്ങനെയാ വെട്ടി വിഴുങ്ങന്റെ ദേവേട്ട? ഒരു 2 എണ്ണം പിടിപ്പിച്ചാലോ? മണക്കാണ്ടിരിക്കാൻ എന്റെ പുൽത്തയിലുണ്ടേ. വേണ്ട വാസുവേ, ഇന്നൊരു നല്ല ദിവസല്ലേ, നമുക്ക് വൈകുന്നേരം ആക്കാം. ഡേയ്, പുൽപ്പള്ളിക്കാരൻ സക്രിയ ഇങ്ങോട്ടിറങ്ങി കൊല്ലു ഞാൻ. എന്റെ മാതാവേ, ചെണ്ടപ്പോലും പിടിക്കുന്ന ആൾക്കെങ്ങനെ ഇത്ര കൈക്കരുത്? എന്നെ പോലെയുള്ളവന്റെ നെഞ്ചത്തിട്ട് കൊട്ടാൻ കളറിയും മെയ്യഭ്യാസം ഒക്കെ ഉണ്ട് ദേവനാരായണന്റെ കയ്യില്. അറിയോ നിനക്ക്? എവിടായിരുന്നു എത്രയും കാലം നീ? എന്റെ ദേവേട്ട ഒന്നും പറയണ്ട, ഒരു കറക്കത്തിൽ പെട്ടുപോയി. പിന്നെ മസന കൂടി ബെസ്റ്റ് മാനർച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ബാഗർ ഇന്ന് പറ്റില്ല. ഇന്ന് അച്ഛന് ഷഷ്ടി പൂർത്തി വീട്ടിൽ പോകണം. അത് പറ്റില്ല. ഷഷ്ടിപൂർത്തിയും പള്ളി പെരുന്നാളൊക്കെ പെണ്ണുങ്ങൾക്കും കിളമാർക്കും പറഞ്ഞു. ശരിയാവില്ല, ശരിയാവില്ലടാ, ശരിയാവില്ല സക്രിയ. ഞാനില്ല. വരുന്നേരം ഞാൻ അറിയിക്കാം. കളഞ്ഞല്ലോടാ. ദേവേട്ടനെ നശിപ്പിക്കാനായിട്ട് ഓരോ കണ്ടാമൃഗങ്ങൾ ഇറങ്ങിക്കോളും.